ദിവസവും മരിച്ച് നമ്മൾ ജനിക്കുകയാണ്. ഉറക്കങ്ങനെയല്ല, ഡീപ് സ്ലീപ്പ് എന്നൊക്കെ പറഞ്ഞാൽ എന്താ പരിസരത്ത് നടക്കുന്നത് പോലും അറിയില്ല, ഫയർ അലാമൊന്നും കേൾക്കുക പോലുമില്ല. ഡീപ് സ്ലീപ്പിലൊക്കെ പോയാൽ തോളിലിട്ട് കൊണ്ടുപോയവരറിയാത്ത ആൾക്കാരില്ലേ ഉറക്കത്തില്. അങ്ങനത്തെ ഉറക്കിലേക്ക് അങ്ങ് പോയി കഴിഞ്ഞാൽ മരണമാണ്, അറിയില്ല, മരിച്ച പോലെ കിടക്കാൻ. അല്ലാഹുവേ, ഞങ്ങൾക്ക് മരണം തന്നതിന് ശേഷം നീയല്ലയോ ഞങ്ങൾക്ക് ജീവൻ തന്നത്. വഇലൈഹിൻ നുശൂർ, എന്നാൽ ഒരു ദിവസം ഉണരാത്ത ഒരു ഉറക്കം ഞങ്ങൾ ഉറങ്ങുകയും നിന്നിലേക്ക് ഞങ്ങൾ തിരിച്ചു വരികയും ചെയ്യുന്നവരാണ്. ആ ഒരു പ്ലഡ്ജ് നമ്മൾ അല്ലാഹുവിനോട് ചെയ്യാൻ ഉണരുമ്പോ. എന്നുണരുന്നു ഗ്യാരണ്ടി ഒന്നുമില്ല. അല്ലാഹുവേ, ഒരു ദിവസം ഞങ്ങളൊരു ഉറക്കുറങ്ങും, ആ ഉറക്കിൽ ഞങ്ങൾ നിന്നിലേക്കുള്ള യാത്രയിലായിരിക്കാം. അല്ലാഹു നമുക്ക് കലിമ ചൊല്ലി മരിക്കാനുള്ള ഭാഗ്യം തരട്ടെ. അവിടെയാണ് റൂഹ് അല്ലാഹു കൊണ്ടുപോകുന്നത്. റൂഹ് ദേഹത്തിൽ നിന്ന് പോയാൽ പിന്നെ മയ്യത്തിനെ കാണാൻ പെരക്കാർക്ക് വരെ പേടിയായിരിക്കും. മയ്യത്ത് ആ റൂമിലാണ്, എനിക്ക് പേടിയാണ്. വാപ്പയാണ് കിടക്കണത്. ഇന്നലെ വരെ വാപ്പാന്റെ കൈ പിടിച്ചിരുന്ന വാപ്പയാണ്. വാപ്പാന്റെ തടി അങ്ങനെ തന്നെ ഉണ്ട്. തൂക്കി നോക്കിയാൽ കിലോക്ക് പോലും ഒരു മില്ലി പോലും കുറഞ്ഞിട്ടില്ല. വാപ്പ അങ്ങനെ തന്നെ ഉണ്ട്. എന്താ അവിടെ ഇല്ലാത്തത്? റൂഹ് മാത്രം ഇല്ല, ബാക്കിയൊക്കെ അവിടെ ഉണ്ട്. കണ്ണും കൈയും കാലൊക്കെ ഉണ്ട്, വർക്ക് ചെയ്യൂല. എന്തേ? റൂഹ് പോയിട്ടുണ്ട്. മയ്യത്തിനെ കാണുമ്പോ പേടി, മയ്യത്തിനെ കണ്ട ബോധം കെടുത്തി വീണോലൊക്കെ ഉണ്ട്. എന്താ പോലും ഒന്നുമില്ല. നമ്മളൊക്കെ തന്നെ നമ്മുടെ റൂഹ് അങ്ങ് പോയാൽ പിന്നെ നമ്മുടെ തടി എന്താ? അത്രയേ ഉള്ളൂ, പേടിക്കേണ്ട കാര്യമൊന്നുമില്ല അതിൽ. പക്ഷേ അങ്ങനെ ഒരു ജീവൻ അല്ലാഹു പിടിച്ചു വെക്കുകയും റൂഹ് തിരിച്ചു തരാതിരിക്കുകയും ചെയ്തു. ഇലൈഹിൻ നുശൂർ, യൗവനവും ബാല്യവും ആരോഗ്യവും എല്ലാം നഷ്ടപ്പെട്ട് എല്ലാം തീർന്നുപോയി. മരണത്തിന് വേണ്ടി കീഴടങ്ങുന്ന ഒരു ദിവസം അല്ലാഹുവേ ഞങ്ങൾക്കുണ്ട് എന്ന്, ഞങ്ങൾക്ക് ബോധ്യമുണ്ട് എന്ന് ഉറക്കത്തുനിന്ന് എഴുന്നേൽക്കുമ്പോൾ നമുക്ക് പറയണം.